നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ നമ്മുടെ അനുമോളെയും അതേപോലെ തന്നെ അനീഷേട്ടനെയും കളിയാക്കിയിരിക്കുകയാണ് ലാലേട്ടൻ. ഇവിടെ ലാലേട്ടൻ ഉല്ലാസയാത്രയെക്കുറിച്ചൊക്കെ ആയിരുന്നു ആദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അനീഷേട്ടൻ പറയുകയാണ് നൂറയും അതുപോലെ ആര്യനും തന്നെ ഒരുപാട് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, ഇറക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു, എന്നെ ടാർഗറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ലാലേട്ടൻ കളിയാക്കി. എന്തായിരുന്നു ഉല്ലാസയാത്രയ്ക്കിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോഴും ഒരാളുടെ കയ്യിൽ നിന്ന് മസാജൊക്കെ കിട്ടിയായിരുന്നല്ലോ, ആ മസാജ് കൊടുക്കുന്നതുകൊണ്ടായിരുന്നു അനീഷിന് അവിടെ ഇരിക്കാൻ പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അനീഷേട്ടൻ എണീറ്റ് നിന്ന് അങ്ങനെയല്ല ലാലേട്ട എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനുമോൾ എണീറ്റ് നിന്ന് പറയാണ്, അത് ലാലേട്ട ഞാൻ മസാജ് കൊടുത്തല്ല, അനീഷേട്ടൻ്റെ തലേന്നും ഞാൻ മുടി എടുക്കുമായിരുന്നു ലാലേട്ട എന്ന് പറയുന്നുണ്ട്. നരച്ച മുടി എടുത്ത് കൊടുക്കുമായിരുന്നു എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പറയുന്നത് അത് മാത്രമല്ലല്ലോ, സോഫയുടെ അടിയിൽ കിടന്ന് ഉറങ്ങാൻ പോയപ്പോൾ അനുമോൾക്ക് പുതപ്പ് കൊണ്ട് കൊടുക്കുന്നു, ക്രഷ് ഉണ്ടെന്നൊക്കെ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ വെറുതെ ചിരിക്കുക കേട്ടോ, അതിനൊരു തിരിച്ചൊരു റെഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മറുപടിയും കൊടുത്തില്ല. അപ്പോൾ അനുമോൾ ഇങ്ങനെ പറയാൻ വരുന്നുണ്ട്, അങ്ങനെ ഒന്നും അല്ല ലാലേട്ട എന്നുള്ള രീതിയിൽ അനുമോൾ പറയാൻ വരുമ്പോൾ അക്ബർ പറയാണ്, ലാലേട്ട അനുമോൾ നരയൊക്കെ പറിച്ചു കൊടുത്തു, അതിനുശേഷം അനുമോൾ നരയൊക്കെ തീർന്നെന്ന് അനീഷേട്ടനോട് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ പറയാണ്, ഇനിയും ഉണ്ടാകും അനുമോളെ, ഇനിയും അത് പറിക്കൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇവർ അതിനകത്ത് വണ്ടിയിലിരുന്ന സമയത്ത് അവരുടെ ജയിലിനകത്തുണ്ടായിരുന്ന ആ ഒരു കണക്ഷനെക്കുറിച്ചും അവർക്ക് തമ്മിലുണ്ടായിരുന്ന ആ മൊമെൻസിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പലരും കണ്ടു കാണത്തില്ല, അതൊക്കെ ലൈവിൽ വന്ന കാര്യമായിരുന്നു. ജയിലിൽ അവർ ഒരുമിച്ച് പോയി പലതവണ കിടന്ന കാര്യവും അതേപോലെ അവർക്ക് തമ്മിൽ പരസ്പരം ഒരു സ്നേഹം കണക്ഷൻ വന്നു, അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു, ജയിലായിരുന്നു ഏറ്റവും, അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ളൊരു കോംബോ വർക്കൗട്ട് ആയത്. അപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെ ഓൾറെഡി അവർ മറ്റേ വണ്ടിക്കകത്തിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുതന്നെ ആ സമയത്തൊക്കെ നമ്മുടെ ആദിലെ അക്ബറും ഒക്കെ കളിയാക്കി വിടുന്നുണ്ട്, ഇതെന്താ പ്രേമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അന്നേരം അവർ റെഫ്യൂസ് ഒന്നും ചെയ്യുന്നില്ല രണ്ടുപേരും കൂടി. എന്തായാലും ബിഗ് ബോസിന് ഈ ഒരു കോംബോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ലാലേട്ടനെ കൊണ്ട് ഇത് ചോദിപ്പിച്ചത്. അല്ലെങ്കിൽ ലാലേട്ടൻ നോർമലായിട്ട് ഇഗ്നോർ ചെയ്ത് വിടേണ്ട കാര്യമാണ്, പക്ഷേ ലാലേട്ടൻ അത് ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ അനീഷേട്ടൻ്റെ പുഞ്ചിരി കണ്ടാൽ അറിയാം അത് എന്തൊക്കെയോ മനസ്സിൽ ലഡുപൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും അനുമോൾ അതല്ലാന്ന് സ്ഥാപിക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷേ അതവിടെ കട്ട് ചെയ്ത് നമ്മുടെ അക്ബർ കയറി പറഞ്ഞു. എനിവേ ഇതൊരു കോംബോ ആവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, എന്തായിരുന്നു സുഖം, ഒരാൾ മസാജ് ചെയ്യുന്നു, ഒരാൾ നഖം കൊണ്ട് പിച്ചുന്നു, അതായത് നൂറ. അപ്പം അനീഷിന് എന്തൊരു സുഖമായിരുന്നു അതിനകത്ത് ഇരിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനത്തെ ഉള്ള കോൺവെർസേഷനൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കോംബോ ഇനി ഇവർ പിടിക്കാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസ് ഒന്നും കൂടെ അതൊക്കെ ഒന്ന് ഫ്ലറിഷ് ചെയ്യാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ പോകുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റായിട്ട് പറയുക. ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.